IC ബാലകൃഷ്ണൻ MLA ഇന്ന് ചോദ്യം ചെയ്യലിന് എത്തുമല്ലോ അല്ലേ? എത്തുമെന്ന് ഉറപ്പല്ലേ? അതെ അതെ, ഈ കേസിൽ ഈ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടതിൽ മറ്റ് രണ്ട് പ്രതികൾ എന്ന് സംശയിക്കപ്പെടുന്ന ആളുകൾ ND അപ്പച്ചനെയും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ഗോപിനാഥനെയും നേരത്തെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. IC ബാലകൃഷ്ണൻ നിയമസഭയിലായതുകൊണ്ട് സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് അദ്ദേഹത്തിന് പോലീസുകാർ ഒഴിവ് കൊടുക്കുകയും നിയമസഭാ സമ്മേളനം കഴിഞ്ഞെത്തുന്ന ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാമെന്നുള്ളതായിരുന്നു. ഒന്നുകിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ ആയിരിക്കും ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. നിയമസഭാ സമ്മേളനം കഴിഞ്ഞ് അദ്ദേഹം ബത്തേരിയിൽ തിരിച്ചെത്തിയാൽ അദ്ദേഹം ചോദ്യം ചെയ്യാൻ ഹാജരാവും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ സാധ്യത ഒരുപക്ഷെ ഇന്ന് തന്നെ ഹാജരായേക്കാം. ഇവർക്ക് ജാമ്യം കിട്ടിയത് കൊണ്ടാണ് ഇത്തരത്തിലൊരു ഇളവ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് തന്നെ ഒരുപക്ഷെ ഹാജരായേക്കാം, അല്ലെങ്കിൽ നാളെ അയക്കാം. ND അപ്പച്ചനെയും അതുപോലെ ഗോപിനാഥിനെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. ഗോപിനാഥിൻ്റെ വീട് റെയ്ഡ് ചെയ്തിരുന്നു. ഗോപിനാഥിൻ്റെ വീട് റെയ്ഡ് ചെയ്തതിൽ നിന്ന് പല കാര്യങ്ങളും പല ഡോക്യുമെന്റ്സും കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് എത്തണമല്ലേ? അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ മലബാറിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമായിരുന്നല്ലേ കാന്തപുരത്തിന്റെ ഒരു പ്രസ്താവന, മെക്സവനെ ഉന്നം വെച്ചുകൊണ്ടുള്ള ആ പ്രസ്താവന. ഇപ്പോൾ MV ഗോവിന്ദൻ അതിന് മറുപടി നൽകി. കാന്തപുരം വീണ്ടും മറുപടി നൽകുന്നു. എന്തൊക്കെയാണ് നടക്കുന്നത്? കാന്തപുരം അകുലകയാണോ CPM-ൽ നിന്നുമൊക്കെ? ഈ ഇടഞ്ഞു അല്ലേ പരസ്പരം? തീർച്ചയായിട്ടും നമുക്ക് AP വിഭാഗം, അതായത് കാന്തപുരം വിഭാഗവും CPM-ഉം തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു 3 പതിറ്റാണ്ടിൻ്റെ ബന്ധമുണ്ട്. 1980-കളിൽ ഈ കാന്തപുരം വിഭാഗം സമസ്തയെ പിളർത്തി വേറൊരു ഗ്രൂപ്പായി പോകുന്ന സമയത്ത് അദ്ദേഹം ആ വിഭാഗത്തെ ലീഗ് വിരുദ്ധതയിൽ നിന്നാണ് സമസ്ത പിളരുന്നത്. സ്വാഭാവികമായിട്ടും കാന്തപുരം വിഭാഗം അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിനെ CPM-ഉമായി കൂട്ടിക്കെട്ടുകയും പല സന്ദർഭങ്ങളിലും CPM-ൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പരസ്യമായ രംഗത്ത് വരികയും ചില ലീഗ് സ്ഥാനാർത്ഥികളെ പരസ്യമായി വെല്ലുവിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മണ്ണാർക്കാട് ഷംസുദ്ദീനെയൊക്കെ അങ്ങനെ AP വിഭാഗം വെല്ലുവിളിച്ച സ്ഥാനാർത്ഥികളായിരുന്നു. അപ്പോൾ അങ്ങനെ വെല്ലുവിളിച്ച് CPM-നൊപ്പം നിന്നിട്ടുള്ള ഈ അരിവാൾ സുന്നികൾ എന്നൊക്കെ ഇരട്ടപ്പേര് ഈ കാന്തപുരം AP വിഭാഗത്തിനുണ്ട്. ആ കൂട്ടർ ഇപ്പോൾ ചില സമദൂര സിദ്ധാന്തമൊക്കെ ഈ അടുത്ത കാലത്ത് കാന്തപുരത്തിൻ്റെ മകനൊക്കെ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതോടൊപ്പം കഴിഞ്ഞ ദിവസം കാന്തപുരത്തിൻ്റെ ആസ്ഥാനമായിട്ടുള്ള നോളജ് സിറ്റിയിലേക്ക് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എത്തുന്നു. അവിടെ സന്ദർശനം നടത്തുന്നു. അവരൊരുമിച്ചുള്ള ഫോട്ടോ പുറത്തുവിടുന്നു. ഇപ്പോഴിതാ കാന്തപുരം ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടപ്പോൾ, ഒരു സ്ത്രീവിരുദ്ധ പ്രസ്താവന അല്ലെങ്കിൽ കാന്തപുരത്തിൻ്റെ മതവിധി പറഞ്ഞപ്പോൾ അതിനെതിരെ സാമൂഹികമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ സംരക്ഷിക്കാൻ എത്തുന്നത് ലീഗാണ് എന്നുള്ളതാണ്. എല്ലാ കാലത്തും സഹവസിച്ച CPM-ൻ്റെ ഭാഗത്തുനിന്ന് വലിയ വിമർശനം ഉണ്ടാകുന്നു. CPM-നെ തിരിച്ചാക്രമിക്കാൻ കാന്തപുരം പരസ്യമായ ഒരു വേദി ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ CPM-നെ കടന്നാക്രമിക്കുന്നു, ലീഗ് സംരക്ഷകരായി എത്തുന്നു. ഇതൊക്കെ ഒരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ദിശാസൂചികയായി കണക്കാക്കണം. ഇവിടെ നഷ്ടം ഒരുപക്ഷെ CPM-നായിരിക്കാം. പ്രത്യേകിച്ച് കോഴിക്കോടുള്ള കൊടുവള്ളിയിലും കുന്ദമംഗലത്തും CPM-ൻ്റെ താനൂരും തവനൂരും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലൊക്കെ AP വിഭാഗത്തിൻ്റെ വോട്ടുകൾ വളരെ നിർണായകമാണ്. ശരി, അപ്പൊ എന്തായാലും അതാണ് സാഹചര്യം. VS രഞ്ജിത്ത്, നന്ദി. തുടക്കത്തിലെ ആ ഒരു മോട്ടിവേഷനും വാർത്തകൾക്കും എല്ലാം നന്ദി രഞ്ജിത്ത്.